ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുൽക്കൂട്ട് മേക്കിങ്ങിന്റെ പാർട്ട് 3 ആണ്. ക്രിബിന് പെയിന്റ് അടിച്ചതൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ണിസെറ്റ് എടുത്തു. അതിൽ പകുതി ആൾക്കാരുടെ മുഖം ഇങ്ങനെയായിരുന്നു, പെയിന്റ് ഒക്കെ പോയിട്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ അസംബ്ലിക്ക് നിർത്തുന്ന പോലെ നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഗ്ലൂഗിന്റെ ആവശ്യമുണ്ട്. അത് ചൂടായി വരുന്നവരെ ഞാൻ കേക്കൊക്കെ കഴിച്ചിരുന്നു. ഇതിപ്പോൾ പുൽക്കൂടിന്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഷെൽഫാണ്. അതായത് കുഞ്ഞു കുടങ്ങളും അങ്ങനത്തെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലത്തെ ഒരു ഏനിയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലേക്ക് വെച്ച് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ക്യാരക്ടേഴ്സും കൂടെ വെച്ച് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തത് കേട്ടോ. ബാക്കി ഷെൽഫിൽ ചെറിയൊരു സ്ഥലം കണ്ടപ്പോൾ വക്കോലിന് ഞാൻ ഇതുപോലെ കെട്ടി ഒരു കുഞ്ഞു കെട്ടാക്കി അവിടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വക്കോല് ഇവിടെ സൈഡിലുള്ള കൊട്ടയിലും ഇട്ട് വെച്ചു. ഈ കാണുന്ന കുഞ്ഞു മൺകുടങ്ങളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ എണീടെ അവിടെ കുറച്ച് വക്കോലും കൂടെ ഇട്ട് കൊടുത്തു, കുറച്ചും കൂടെ നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ പുൽക്കൂടിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വേറൊന്നല്ല, അതിരപ്പള്ളി വാട്ടർഫോൾസ് മാറി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പാർട്ട് 4 വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.